നിങ്ങൾ 3-3.5 കൊല്ലായില്ലേ പെർഫോമൻസ് സ്ഥിരമായിട്ട് അടിക്കുന്നു. ഇതിന്റെ സീക്രട്ട് എന്താണ്? ഇതാണ് യഥാർത്ഥ പൊട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സംസാരിക്കാത്ത ആളല്ല. മൈ ലൈഫ് അല്ലാത്ത ഒരു സംസാരം ഞാൻ കേൾക്കാൻ നിൽക്കില്ല. അപ്പൊ നേരത്തെ വന്നവരുടെ ബിസിനസ് അല്ല കൂട്ടരെ ഇത്. ആൺകുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സൂഫി ഗുരു പറഞ്ഞ പോലെ ആൺകുട്ടികളായി ഏറ്റെടുക്കുന്ന അവരുടെ ബിസിനസ്. ഒരു യഥാർത്ഥ മാന്യന്റെ അടയാളം എന്താണെന്ന് അറിയോ? ഒരു കാര്യം ഈ വിഷയം എന്നല്ല, മൈ ലൈഫ് എന്നല്ല, ഏത് വിഷയത്തിലും എന്ത് വിഷയത്തിലും ഒരു കാര്യം ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ പിന്നെ എന്റെ ഭാഷയെ പറഞ്ഞാൽ ആപ്പ ഉപ്പ കളിയാക്കിയത്. ഞാൻ നടക്കുന്ന, ഞാൻ യാത്ര ചെയ്യുന്ന, ഞാൻ ഈ സഞ്ചരിക്കുന്ന വഴി റെഡിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഈ എന്റെ ഭാഷയെ പറയുകയാണെങ്കിൽ പെണ്ണായ്മത് എന്നറിയാം എന്റെ നാട്ടിലൊക്കെ. അതായത് ആണും പെണ്ണും അല്ലാത്ത മനുഷ്യന്മാര്, അവരെ കുറിച്ചിട്ട് പറയുന്ന ഒരു പേരാണ് പെണ്ണായ്മത്. എന്റെ പിന്നെ നാട്ടിലുള്ള ഒരു നാടൻ ഭാഷ. ഇതുപോലെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് നമ്മൾ നിൽക്കുന്ന ആ ആള് വിട്ടി അല്ലെങ്കിൽ പിന്നെ ആരാണ് വിട്ടി. അപ്പൊ ഞാൻ 5 കൊല്ലം മുന്നേ ഇത് മനസ്സിലാക്കി, ഇത് ശരിയാണ് മനസ്സിലാക്കി. വേറെ ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? കൂടുതൽ വിദ്യാഭ്യാസമാണ്. ഈ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകൾക്കാണ് തലക്ക് തകരാറ്. കാരണം അവർ പലതും ചിന്തിച്ച് മനസ്സിലാക്കി. പണ്ടേതൊരു കുരുക്കിൽ പശുവിനെ അടിക്കാൻ പോയിരുന്നല്ലോ, ഒരു മൃഗത്തെ അടിക്കാൻ പോയി, അവസാനം നോക്കുന്ന സ്ഥലത്തൊക്കെ മറന്നോ, അവസാനം അയാൾ ആ പശുവിനെ അടിക്കാതെ തിരിച്ചു പോകുന്നത്. ഞമ്മക്ക് എന്ത് മർമ്മം നോക്കേണ്ടത്? ഞമ്മക്ക് ഒന്ന് ഹലാലാണ്, രണ്ടാമത്തെ ലീഗലിയാണ്. പിന്നെ എന്തിനാ നമ്മൾ നോക്കേണ്ട ആവശ്യം? ആ രണ്ടും വ്യക്തമായാലും ഞാൻ 5 കൊല്ലം മുന്നേ ഇറങ്ങി നല്ല എന്നെ കൊണ്ടുവന്ന അയ്യൂബ് സാറ്, അവരെ കൊണ്ടുവന്ന റമീ സാറ്, അവരെ കൊണ്ടുവന്ന ഷാഹിർ സാറ്, അവര് 3 ആളും NTC-യിലാണ്, ഞാനിന്ന് CTC-യിലാണ്. അപ്പൊ നേരത്തെ വന്നവരുടെ ബിസിനസ് അല്ല കൂട്ടരെ ഇത്. ആൺകുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സൂഫി ഗുരു പറഞ്ഞ പോലെ ആൺകുട്ടികളായി ഏറ്റെടുക്കുന്ന അവരുടെ ബിസിനസ്സാണ്. കാരണം എന്റെ ലീഡേഴ്സ് ഈ RTC ആ സമയത്ത് ഞാൻ മുന്നിൽ RTC ആയി. അപ്പൊ എനിക്ക് വല്ലാതെ വിഷമം. അപ്പൊ ഞാൻ അയ്യൂബ് സാർ പറഞ്ഞ, അയ്യൂബ് സാറെ ഒരു 5 ദിവസം കാത്തുന്ന നിങ്ങൾ RTC ആകുകയാണെങ്കിൽ അന്നേരം പോസ്റ്റർ പുറത്തിറക്കിയാൽ പോരെ. അപ്പൊ എന്നോട് ഉമർ സാർ ഇതിന്റെ പ്ലാൻ അതല്ല, ഇതിന്റെ സിസ്റ്റം അതല്ല. ഉമർ സാർ RTC ആയിട്ടുണ്ടെങ്കിൽ ധൈര്യത്തിന് പോസ്റ്റർ ഇറക്കിയോ. ഞാൻ നിങ്ങളൊപ്പം ഒന്നും ബേജാറില്ല. ഞാൻ അടുത്ത മാസമാവും. ചുരുക്കി പറയും, ഞാൻ RTC ആയി 1 മാസം കഴിഞ്ഞിട്ടാണ് അയ്യൂബ് സാർ RTC ആയത്. അല്ലെങ്കിൽ ആരാണ് അയ്യൂബ് സാർ? ബിസിനസ് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം അറിയുന്ന, ഇത്രമാത്രം തന്ത്രകുതന്ത്രങ്ങൾ അറിയുന്ന ഒരാൾ ബിസിനസ്സിൽ വേറെ ആളുണ്ടാവില്ല. അത്രക്ക് കൈവിട്ട ആളാണ് അയ്യൂബ് സാർ. പിന്നെ ഷാഹിർ സാർ അറിയാം, ഷാഹിർ സാറ് കപ്പലും പോലും പൊളിച്ചു വിറ്റ ഒരാളാണ്. അവസാനം മീൻ കച്ചവടം ചെയ്ത ആള്. അതായത് എങ്ങനെ ഉണ്ട് പൈസ ഉണ്ടാക്കാൻ എന്തൊക്കെ മാർഗമുണ്ട് അതൊക്കെ ഷാഹിർ സാർക്ക് അറിയാം. പിന്നെ ഒന്നുള്ള MBA കഴിഞ്ഞ റമീ സാറാണ്. അപ്പൊ ഇവരൊക്കെ തട്ടി മാറ്റി ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് എന്ത് വിഷയം, എന്റെ ഫോൺ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. ഈ സൂം കേൾക്കുന്ന, എന്റെ സംസാരം കേൾക്കുന്ന ആളുകളോട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എത്ര വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്? നാട്ടിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? രാഷ്ട്രീയത്തിന്റെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? മതപരമായി എത്ര ഗ്രൂപ്പ് ഉണ്ട്? എനിക്ക് എന്റെ വാട്സാപ്പ്, ഞാൻ നിങ്ങൾ ബെല്ല് വിളിക്കുകയാണ്, എന്റെ ഫോണ് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഒരു ദിവസം ചെക്ക് ചെയ്യാൻ വന്നു. എന്റെ മൈ ലൈഫിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് എന്റെ ആത്മീയമായിട്ട് എന്റെ സൂഫി ഗുരുവായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതല്ലാത്ത ഒരൊറ്റ ഗ്രൂപ്പ് എന്റെ വാട്സാപ്പിലേക്കില്ല. ഞാൻ മൈ ലൈഫിലേക്ക് വന്നപാട് ഞാൻ ചിന്തിച്ചു, അല്ല ഇപ്പൊ ബിസിനസ് വരുമാനം, അക്കൗണ്ടിലേക്ക് വരുമാനം തരുന്ന കമ്പനി മൈ ലൈഫാണ്. അപ്പൊ എന്റെ ടീമിന്റെ മൈ ലൈഫ് അല്ലാതെ ബാക്കിയുള്ള എന്തിനാണ് ഞാൻ സമയം കളയുന്നത്? അന്ന് എന്നെ എന്ത് ചെയ്തെന്നറിയോ? 100,000, ഞാൻ സംഘടനാ പ്രവർത്തകനായിരുന്നു, ഞാൻ എല്ലാ നിലക്കും പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. പല ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ആയി പോകുന്നതിന് ഞാൻ എന്ത് പറഞ്ഞു, ഫോൺ ഹാങ് ആകുന്നുണ്ട്, വല്ലാത്ത ബുദ്ധിമുട്ട്. അതിൽ ചില ആളുകളൊക്കെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി. അപ്പൊ അതുകൊണ്ട് എന്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ല, ആ ഗ്രൂപ്പിലൊന്നും നിന്നതുകൊണ്ട് എനിക്ക് ഒരു ന്യായ പൈസ ഫാമിലി ഗ്രൂപ്പൊന്നും കിട്ടൂല, രാഷ്ട്രീയ ഗ്രൂപ്പൊന്നും കിട്ടൂല, നാട്ടിലുള്ള അല്ലെങ്കിൽ എന്ത് വിവരം അറിഞ്ഞിട്ട് എന്ത് കാര്യം? നാട്ടിലെ വിവരങ്ങൾ അറിയുന്നേ, എന്നിട്ട് വേറെ അറിഞ്ഞിട്ട് എന്താ, നമുക്ക് എന്താ നടാനുള്ളത്? നാട്ടിൽ ഒരു ആക്സിഡന്റ് അവിടെ നടന്ന സംഭവം നമ്മൾ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞിട്ട് നമുക്ക് എന്താ നടാനുള്ളത്? അക്കൗണ്ടിൽ വരുമാനം വരുമോ? എന്റെ ചോദ്യം അതാണ്. കുട്ടിത്തരാണോ എനിക്കറിയില്ല. അതായത് ഈ ഫേസ്ബുക്കിലൊന്നും ആരും റിസൾട്ട് ഒന്നും പോസ്റ്റ് ഒന്നും കാണൂല.
ഞാൻ ഫേസ്ബുക്കിൽ നന്നായിട്ട് റിസൾട്ട്, എന്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ അറിയാം, നന്നായിട്ട് റിസൾട്ടുകളൊക്കെ പോസ്റ്റും എല്ലാം ഞാൻ ചെയ്യും. കാരണം എന്താണ്, ഞാൻ വിശ്വസിച്ച ലീഗലിയാണ് മതപരമായിട്ടുമാണ്. പിന്നെ എന്തിനാ ഞാൻ ഫേസ്ബുക്കിനെ പഠിക്കുന്നത്? 1-2 ആൾക്കാരോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, മുറിച്ച നിങ്ങൾ പോസ്റ്റ് പോലെ ധൈര്യത്തിൽ പോസ്റ്റാ, ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ വെച്ചാമർച്ച. എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ലീഗലിയാണ് മതപരമായിട്ടും ശരിയാണെന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്ന് അറിയോ, നോക്കി നിൽക്കാതെ മൈ ലൈഫ് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ശക്തമായി മുന്നേറി. ഇപ്പൊ കണ്ണൂരിൽ ഒരു ലീഡർ ഇതിലുണ്ടോന്നാവോ, പിന്നെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മുറിസാക്കി നിങ്ങള് നേരെ ഒന്ന് കാണണം. അപ്പൊ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ 3-3.5 കൊല്ലായില്ലേ പെർഫോമൻസ് സ്ഥിരമായിട്ട് അടിക്കുന്നു, ഇതിന്റെ സീക്രട്ട് എന്താണെന്ന് പറഞ്ഞു തരണം. അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, നിങ്ങൾ വന്നോളി എന്നാണ്. കണ്ണൂരിൽ നിന്നും കൊണ്ടോട്ടിയിലേക്ക് വണ്ടി കയറി. അദ്ദേഹം ഇതിലുണ്ടോ എന്നല്ല എനിക്കറിയില്ല, ഏതാ ഗ്രൂപ്പ് എന്നൊന്നും അറിയില്ല. ഏതായാലും അദ്ദേഹം, ഞാൻ കൊണ്ടോട്ടി 3 മണിക്കാണ് DTSന് എത്തിയത്. ഇദ്ദേഹം 10:30 മണിയാകുമ്പോഴേക്ക് കൊണ്ടോട്ടി എത്തിയിരുന്നത്. കാരണം 10:30 മണി അദ്ദേഹം കാത്തു കുത്തിന്ന് 3 മണിയായാലും ഞാൻ അവിടെ എത്തി. അങ്ങനെ എന്നെ നേരിട്ട് കണ്ടു, സംസാരിച്ചു, ഒരു റൂമിലേക്ക് കൊണ്ടുപോയി GTS എടുക്കുന്നത്. അപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം അതാ, അതുവരെ ഒന്നും പറഞ്ഞില്ല. ഉമർ ഉസ്താദ് 3 കൊല്ലായില്ലേ നിരന്തരം പെർഫോമൻസ് അടിക്കുന്നു, അപ്പൊ ഇതിന്റെ രഹസ്യം എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന്റെ രഹസ്യം നമ്മളൊരു പൊട്ടനാവലാണ്. ഇതിന്റെ രഹസ്യം നമ്മൾ തനി പൊട്ടനാവുക. ഞമ്മക്ക് തിരിയൂന്നുള്ള ബോധം ഞമ്മക്ക് ഒന്നുണ്ടോ, പെർഫോമൻസും കിട്ടൂല, വരുമാനം കിട്ടൂല, ഒന്നും കിട്ടൂല. നിങ്ങൾക്ക് പിന്നെ എന്നെ കളിയാക്കിയാലും വേണ്ടിയില്ല, കളിയാക്കിയില്ലെങ്കിലും വേണ്ടിയില്ല. പൊട്ടൻ എന്ന് പറഞ്ഞാല് മൈ ലൈഫ് അല്ലാതെ എനിക്കൊന്നും സംസാരിക്കാനില്ല, മൈ ലൈഫ് അല്ലാതെ ഒന്നും എനിക്ക് കേൾക്കണ്ട, മൈ ലൈഫ് അല്ലാതെ ഒന്നിക്ക് കാണണ്ട. ഇതാണ് യഥാർത്ഥ പൊട്ടൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ സംസാരിക്കാത്ത ആളല്ല. മൈ ലൈഫ് അല്ലാത്ത ഒരു സംസാരം ഞാൻ കേൾക്കാൻ നിൽക്കില്ല. മൈ ലൈഫ് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും മതപരമായി എന്റെ വാട്സാപ്പിലേക്ക് അയച്ചാൽ ഞാൻ ഫസ്റ്റ് വാണിംഗ് കൊടുക്കും. പിന്നെ നിങ്ങൾ മതപരമായിട്ട് അയക്കേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ അതിന് മാത്രം ബാക്കിയുള്ള ഗ്രൂപ്പിൽ നിന്നൊക്കെ ഞാൻ സംഘടിപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മതപരമായിട്ടുള്ള മെസ്സേജ് ഒന്നും അയക്കണ്ട. ഇനി ഫാമിലിസ് പരമായിട്ട് അയച്ചാലും രാഷ്ട്രീയപരമായി അയച്ചാലും എന്തയച്ചാലും ഒരൊറ്റ പ്രാവശ്യം ഒരാളയക്കും. പിന്നെ അവർ ഈ മെസ്സേജ് ഒന്നും അയക്കേണ്ട ആവശ്യമില്ല. ഇനി മൈ ലൈഫ് ചെയ്യുന്ന ആളുകൾ ചിലപ്പം എന്തോ ഭയങ്കര പിന്നെ വിശ്വാസത്തോടു കൂടി എന്തെങ്കിലും ഉസ്താദ് ഒന്ന് കേട്ടുനോക്കിയെന്നു, ഞാനത് കേൾക്കൂല. ഞാനത് നോക്കിയിട്ട് എന്താണെന്ന് നോക്കും. മൈ ലൈഫിന്റെ മെസ്സേജ് അല്ലെങ്കിൽ ആ തുടങ്ങിയിട്ട് മൈ ലൈഫ് അല്ല സംസാരിക്കുന്നത്, മൈ ലൈഫിന്റെ ഉയരങ്ങളിലേക്ക് പോകേണ്ട സംസാരങ്ങൾ അല്ലെങ്കിൽ അവിടെ നിർത്തും മാത്രമല്ല, ആ അയച്ച ആളോട് പറയും ഇനി വല്ല ഇങ്ങനത്തെ മെസ്സേജ് കേൾക്കാൻ പാടില്ല. മൈ ലൈഫിനെ സംബന്ധിച്ചിട്ട് എന്തോ അയച്ചാലും ഞാൻ നിങ്ങളൊക്കെ 1.5-ലും 2-ലും ഒക്കെ ഇട്ടില്ലല്ലേ കേൾക്കുക. ഞാൻ മൈ ലൈഫിന്റെ ടീം എന്തയച്ചാലും 1-ലിട്ടിട്ടേക്ക്. ഞാൻ എന്റെ ടീമിനോട് പറയല്ലതാ, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ 1-ലിട്ട് കേൾക്കണം, 1.5-ലും 2-ലും ഇട്ട് കേൾക്കണം കേട്ടോ. കാരണം ഈ 1.5-ലും 2-ലും ഇട്ട് കേൾക്കുന്ന ആളുകൾക്കൊന്നും മൈ ലൈഫ് ചെയ്യാൻ കഴിയില്ല. കാരണം ആരോ ഒന്ന് മേക്ക് ഓണാക്കിന്റെ അപ്പോ അതായത് മറ്റുള്ളവരുടെ സംസാരം മനസമാധാനത്തോടു കൂടി കേൾക്കാൻ കഴിയാത്ത ഒരാളെങ്ങനെ വിജയിക്കാം? എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് മറ്റുള്ള ആളുകള് സംസാരിക്കുന്ന സമയത്ത് ഒരാള് മേക്ക് ഓൺ ആക്കിയിട്ടുണ്ട്, സൗമ്യ മേക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോ മറ്റുള്ള ആളുകളുടെ പിന്നെ സംസാരം കേൾക്കാൻ മനസ്സ് പാകപ്പെട്ടില്ലെങ്കിൽ അയാൾക്ക് മൈ ലൈഫ് നല്ല ദുനിയാവിൽ ഈ ലോകത്ത് ഒന്നിനും വിജയിക്കാൻ കഴിയില്ല. അപ്പം ചോദിക്കും, മുറുസ ഞാൻ എന്നിട്ട് STC ലീഡർ ആക്കിയല്ലോ, ഞാൻ 1.5 വീട്ടില് അത് ചിലപ്പോ NTC പിന്നെ RTC NTC ആവുന്നതെന്തെങ്കിലും. സൗമ്യ മേഡം ഒന്ന് മ്യൂട്ട് ചെയ്യോ? അവർ ഓൺ ആക്കുന്നുണ്ട്, പിന്നെ ഓഫ് ആക്കുന്നുണ്ട്. അതെ, പിന്നെ അഡ്മിൻ എന്നെ മ്യൂട്ട് ചെയ്യാനും. അപ്പോ നമ്മൾ സംസാരിക്കുക, അവരെ നോക്കുന്ന സംഗതി എത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇവരെ ശ്രദ്ധയിലെല്ലാം ഇതായിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്നറിയോ, നമ്മൾ ആത്മാർത്ഥമായി ഈ ബിസിനസ് മറ്റുള്ളവരുടെ സംസാരം കേൾക്കാൻ നമുക്കൊരു 1.5-ലിട്ട് കേൾക്കാൻ നമ്മളെ മനസ്സ് പാകപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ലീഡറാവുക, നമ്മളെങ്ങനെ മൈ ലൈഫിൽ വിജയിക്കുക? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയോ, മറ്റുള്ളവരുടെ കഷ്ടപ്പാടും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ കേൾക്കാൻ മനസ്സുള്ള ആളുകൾക്കാണ് ലീഡർഷിപ്പിലേക്ക് വരും. ചിലപ്പോ RTC വരെ പോകും, NTC വരെ പോകും, ചിലപ്പോൾ CTC വരെ ഒക്കെ പോകും. ഇനി ITC വരെ പോയാലും അവരെ റാങ്ക് ദൈവം കണക്കാക്കി അവിടെയാണ്. അതോടുകൂടി പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയൂല. എന്തെങ്കിലും കാരണം ഞാൻ മനസ്സിലാക്കിയത് അതിന് പകരം ടീമിന്റെ ഒപ്പം സ്നേഹിച്ച്, അതായത് ആത്മാർത്ഥമായി. ഈ പിന്നെ
മൈലൈഫിൽ കേട്ടതിന്റെ ശേഷം ഈ 2 സ്നേഹം ഉണ്ടെന്ന് ഞാൻ പഠിച്ചു. അതിന്റെ മുന്നേ നമ്മൾ ഈ കപട സ്നേഹം തന്നെയാണല്ലോ കേൾക്കല്. എങ്ങനെ പുറമെ നല്ല ചിരിയും ഒക്കെ, പക്ഷെ ഉള്ളില് വെറുപ്പുള്ള ഒരു കപട സ്നേഹം. എന്നാൽ മൈലൈഫിൽ വന്ന് ഫസ്റ്റത്തെ മാസമാണെന്ന് പറഞ്ഞ് അനീസാറെ സംസാരിക്കുന്ന കേട്ടൊരു സംസാരം, കപട സ്നേഹം അല്ലാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾക്കും മൈലൈഫിൽ വിജയിക്കാതിരിക്കാൻ കഴിയൂല. മൈലൈഫിൽ വലിയ വിജയങ്ങളിലെത്തും. നമ്മൾ ബീവി കയറുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പിന്നെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ചിരിയും ആ സംസാരങ്ങളും അവർക്ക് മൈലൈഫ് ചെയ്യാൻ കഴിയൂല. എന്റെ കാഴ്ചപ്പാടാണ്. അവർ കുറച്ചു കാലമൊക്കെ ചെയ്യും, പിന്നെ ടീം എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് എന്ത് ചെയ്യും, മാറി നിൽക്കും, പിന്നെ അവസാനം ടീം ഇല്ലാതാവും. അപ്പൊ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി മൈലൈഫിന് എന്താ പറയാ, പ്രണയിക്കുക. അതായത് എന്റെ മക്കളെ, ഞാൻ മക്കളോട് പറയുന്നുണ്ട്, മക്കളെ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മൈലൈഫിനെ സ്നേഹിക്കുന്നത്, എന്റെ ടീമിനെ സ്നേഹിക്കുന്നത്. എന്റെ മോന് 2 ലക്ഷം രൂപന്റെ അടുത്ത് ശമ്പളം കിട്ടുന്ന, ഗൾഫ് കിട്ടുന്ന നല്ലൊരു ജോലിയാണ്. അത് ഒഴിവാക്കി അന്നേ ഞാൻ പറയുള്ളൂ, മോനെ ആ ഗൾഫ് ഒഴിവാക്കി ഇങ്ങോട്ട് പാടാ, മോൻ ഇത് ചെയ്യടാ എന്ന് പറഞ്ഞ അന്നൊന്നും ഓന് മൈൻഡ് ചെയ്തില്ല. പക്ഷെ 3-4 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം ഇവിടെ വന്ന് പ്ലാൻ പറഞ്ഞ് മനസ്സിലാക്കി വെക്കുന്നേരം മോൻ ഗൾഫ് ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഇവിടെ തന്നെ അല്ല. ഇപ്പൊ ഒരു മാസം 2 മാസം മുന്നേ ഓന്റെ സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു, ഇവിടെ വന്നാ മതി, ഈ ടൈപ്പ് റൈറ്റിംഗ് സെന്ററിലാണ്, അത് നല്ല വരുമാനം കിട്ടുന്ന ഒരു സംഭവമാണ്. 5 കൊല്ലം പ്രാക്ടീസ് ഒക്കെ ഉണ്ട്, ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങളും അറിയാണെങ്കിൽ നല്ല ചോദിക്കുന്ന ശമ്പളം കിട്ടും. അപ്പൊ ഇവനോട് പറഞ്ഞ, പിന്നെ നീ ഇവിടെ വന്നാ മതി, ഓഫീസിൽ ഇരുന്നാ മതി, പൈസ ഞങ്ങൾ ഇറക്കും, പിന്നെ എല്ലാം ഞങ്ങൾ ചെയ്യും, കിട്ടുന്ന ലാഭത്തിന് പകുതി എനിക്ക് തരാം. അപ്പൊ ടൈപ്പ് റൈറ്റിംഗ് സെന്റർ നടത്തുന്ന ആളോട് ചോദിച്ചാൽ അത് എത്ര അല്ല അവൻ കിട്ടും. അവരോട് എന്റെ മോൻ പറഞ്ഞ എന്താണെന്ന് അറിയോ, തൽക്കാലം ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇപ്പൊ ഞാൻ ഉപ്പന്റെ കൂടെ 3 കൊല്ലം ഞാൻ നഷ്ടപ്പെടുത്തി. അന്ന് ഉപ്പന്റെ കൂടെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് വീട്ടിൽ 2 CTC ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ DTC റാങ്കിലാണ് എത്തിയത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ഇനി മേലില് അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ്. മാത്രല്ല വേറെ അവന്റെ ഇളയ മോനുണ്ട്, ആ മോനെ ഞാൻ ഇതിലേക്ക് നേർച്ചാക്കിയതാണ്. നിങ്ങൾ കേൾക്കല്ലേ, നേർച്ചാക്കി നോക്ക് കേൾക്കുകയല്ലേ. മൈലൈഫ് ചെയ്ത് ജീവിച്ച് മരിച്ചാ മതി. മൈലൈഫ് അല്ലാത്ത ഒരു വരുമാനം കിട്ടില്ലെങ്കിൽ മണ്ടില്ല, ഒരു നയാ പൈസ വരുമാനം കിട്ടില്ലെങ്കിലും ഞാൻ ഇല്ലാതെ ഒരു കാലം വരികയാണെങ്കിൽ എന്റെ കാലം ശേഷം മൈലൈഫ് അല്ലാതെ വേറെ ഭൂലോകത്തൊരു ബിസിനസ് നിങ്ങൾ ചെയ്യേണ്ട. നാളെ നിങ്ങൾ പറയാണ്, ഇത് കേൾക്കുന്ന ഒരാള് മൈലൈഫിനേക്കാൾ നല്ല വരുമാനം കിട്ടുന്ന വേറൊരു കമ്പനി ഉണ്ട്, പോയി പണിയൊക്കെ പറയൂ. കാരണം മൈലൈഫിന്റെ രക്തത്തിലും എന്റെ മജ്ജയിലും എന്റെ മാംസത്തിലും ലയിച്ചു പോയിട്ടുണ്ട്. കാരണം ഇത്ര നല്ലൊരു സന്ദർഭങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവര്. സമയം എത്രയായി എന്നറിയില്ല, പിന്നെ സമയം ഓവറായ പറയണം കേട്ടോ. അതായത് ദൈവം നമ്മളെ നിശ്ചയിച്ച് തെരഞ്ഞെടുത്ത ഒരു സംഭവമാണ് മൈലൈഫ്. ഈ കമ്പനി നല്ല പ്രൊഡക്റ്റ് ആണ്, അത് ഉറപ്പല്ലേ. നല്ല ലീഡേഴ്സിന്റെ അടുത്ത് നല്ല ലീഡേഴ്സ് എന്ന് പറയുന്ന നേരം ഫേസ്ബുക്കിലൊക്കെ ഞാൻ കേൾക്കുന്ന ഒരു ആരോപണം എന്താണെന്നറിയോ, കണ്ടമാന സാധനം എടുപ്പിച്ച് എന്നിട്ട് അവസാനം ഫോളോ അപ്പ് ഇല്ലാതെ പിന്നെ ലീഡർ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു 4-5 മാസം മുന്നേ ഫേസ്ബുക്കിൽ നിന്ന് ഒരാളെ ബന്ധപ്പെട്ടു പോലെ 4 ആൾക്കാരുണ്ടെന്നാ പറഞ്ഞത്. ആരെ ടീമാണെന്നൊന്നും അറിയില്ല. അപ്പൊ അതില് അവര് പറഞ്ഞ പരാതി എന്താണെന്ന് അറിയോ, ഉമർസാങ്ങൾ ടീമിലേക്ക് വരാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താണ്. അപ്പൊ എന്നോട് തന്നെ എന്റെ ലീഡർ 50,000 റുപ്യന്റെ 1 ലക്ഷം റുപ്യന്റെ സാധനം എടുപ്പിച്ച് അവസാനം എന്ത് ചെയ്ത്, ആ 1 ലക്ഷത്തിന്റെ സാധനം ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി അത് വിൽക്കാനും കൂടാനും പറഞ്ഞാലോ ഈ ആള് പറയാണല്ലോ 50,000 റുപ്യൻ്റോട് സാധനം എടുത്താലേ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും, അല്ലേ വരില്ല. 50,000 റുപ്യന്റെ സാധനം കൂടി എടുത്താലേ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. എവിടുത്തെ നിയമം, ആരാ ഇത് പഠിപ്പിച്ചത്? ഇങ്ങനെ ജനങ്ങളെ നശിപ്പിച്ചിട്ട് ഫേസ്ബുക്കിൽ കമന്റിൽ മുഴുവൻ എന്താ വരുന്നത്, നമ്മള് അർഹതപ്പെടാത്ത ഒരു ന്യായ പൈസ നമുക്ക് കിട്ടിയാൽ അത് നമുക്ക് ഉപകാരത്തിന് നോക്കില്ല. ഒന്നുമില്ല, കാലിനൊന്ന് വെച്ചുത്തിയിട്ട് ആ പൈസ കിട്ടും. അത് വേണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കി MLM എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവർക്ക് ചെയ്യട്ടോ. എന്റെ ടീമിന്റെ സിസ്റ്റം എന്താണെന്ന് അറിയോ, MLM എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് 1-ലും 2-ലും 1000 റുപ്യന്റെ സാധനം വാങ്ങുന്ന ഒരു 1000-കണക്കിന് ആൾക്കാരുണ്ടാക്കി. അത് 10,000-ന് വാങ്ങുന്നവരും 50,000-ന് വാങ്ങുന്നവരും ലക്ഷങ്ങൾ വാങ്ങുന്നവരും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ മനസ്സിലാക്കി എന്റെ MLM എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി എന്താണ്, ബ്രാഞ്ച് 1-ൽ ഒരു 1000 ആൾക്കാർ പോലെ നമ്മളെ പ്രൊഡക്റ്റ് ഒരു 1000 റുപ്യന്റെ സാധനം മാസത്തിൽ വാങ്ങുന്ന ഒരു 1000 ആൾക്കാരുണ്ടാക്കുക. ബ്രാഞ്ച് 2-ൽ 1000 ആൾക്കാരുണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയ പോലെ നമുക്ക് വരുമാനം കിട്ടാൻ. പക്ഷേ ഒരു TC ലീഡർ പറയാണ്, പിന്നെ ഞാൻ ഒരു 50,000-ന് വാങ്ങുന്നുണ്ട്, 1 ലക്ഷത്തിന് വാങ്ങുന്നുണ്ട്. അത് അവരെ ആഗ്രഹിച്ച് വാങ്ങുകയാണെങ്കിൽ നമ്മൾ മുടക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പ്ലാനും ഈ ബിസിനസ്സും പ്രൊഡക്റ്റും പഠിച്ച ഒരാള്, ഞാൻ ഫസ്റ്റിൽ വാങ്ങിയ 50,000 റുപ്യ എന്നെ ലീഡേഴ്സ് പറഞ്ഞല്ല, മോളെ സൂക്കേട് മാറിയ
ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് 50,000 റുപ്യക്ക് വിൽക്കുവാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ. ആ 50,000 റുപ്യക്ക് എടുത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ CTC ആയത്. അന്ന് ഞാൻ 1,000 റുപ്യന്റെ 2,000 റുപ്യന്റെ സാധനം എടുത്തിരുന്നെങ്കിൽ ഞാൻ CTC ആവില്ല. എന്നാൽ ഒരാൾക്ക് അങ്ങനെ എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ആളുകളെ നമുക്ക് ഫോളോ അപ്പ് ചെയ്തൂടെ? അപ്പൊ എന്ത് ചെയ്യാ, ഞാൻ ഈ സിസ്റ്റം പാലിച്ചു. ഒരു മാസം പോലും പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു നയാ പൈസ ഇന്നേ വരെ എന്റെ ടീമിൽ വെച്ചിട്ട്, ഇത് ചിലപ്പോൾ യൂട്യൂബ് കയറി ഉണ്ടാവും, ചിലപ്പോൾ റിപ്പോർട്ടിംഗ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇന്നേ വരെ എന്റെ ടീമിനെ കൊണ്ട് ഒരു നയാ പൈസ അവർക്ക് ഇഷ്ടമല്ലാതെ നിർബന്ധിച്ചിട്ട് അവരെ ഇടങ്ങാറാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, പ്രൊഡക്റ്റ് എടുപ്പിച്ചില്ല. പക്ഷെ അപ്പം ചോദിക്കും, അത് 1,000 റുപ്യന്റെ സാധനം അല്ല, 50,000 അടുത്തവരുണ്ട്, 1,00,000 അടുത്തവരുണ്ട്. അവർ ഇഷ്ടപ്പെട്ട് അതിന് ആദ്യം എന്ത് ചെയ്യണം, ഈ പ്രൊഡക്റ്റ് എന്താണെന്നും ഈ കമ്പനി എന്താണെന്നും അവരെ ബോധ്യപ്പെടുത്തണം. നമുക്ക് ബോധ്യപ്പെട്ടിട്ടല്ലേ നമ്മൾ 50,000 പറയുന്നത്. ഈ ബോധ്യപ്പെടുത്തൽ അവർക്കും ബോധ്യപ്പെടുത്തുന്നവരെ അവർക്കും ബോധ്യമാവും. അപ്പൊ പിന്നെ നമ്മൾ 50,000 വാങ്ങാൻ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ബോധ്യപ്പെട്ടു, എന്റെ മോളെ അസുഖം മാറി, ഇതിനേക്കാൾ വലിയ ഭൂലോകത്ത് മറ്റൊരു കമ്പനിയും എല്ലാം ബോധ്യപ്പെട്ടു. ഞാൻ അന്നിറങ്ങിയതാണ്. ആ 50,000 റുപ്യക്ക് ഞാനെടുത്ത് ആരും എന്നെ പ്രോത്സാഹിപ്പിച്ചല്ല. ഇതെടുക്കാത്തവൻ മണ്ടനാണെന്നുള്ളക്ക് അന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരാൾ 1,000 റുപ്യന്റെ സാധനം എടുക്കുകയാണെങ്കിൽ ഓനോട് കുറെ നമ്മൾ പറഞ്ഞു നോക്കുക, 1,000 റുപ്യന്റെ സാധനം എടുത്താലൊന്നും അവിടെ എത്തൂല, കാരണം ഇത് ടീമിനെ വളർത്തണം എന്നൊക്കെ പറയാം. അയാൾ മസിൽ പിടിച്ച് അടുക്കുകയാണെങ്കിൽ മൂപ്പര് ആ റൂട്ട് പോയിക്കോട്ടെ, നമുക്ക് അല്ലാത്ത ആളുകളില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇതൊരു ആത്മാർത്ഥമായി പ്രണയിച്ചുകൊണ്ട് മൈലേജ് ചെയ്യുകയാണെങ്കിൽ ഈ എന്റെ നിങ്ങൾ ചോദിക്കും, 5 കൊല്ലങ്ങൾ നിങ്ങൾ എങ്ങനെ CTC ആയി? എന്റെ ലീഡേഴ്സിന് മുഴുവൻ തട്ടി മാറ്റിയിട്ട് നിങ്ങൾ എങ്ങനെ CTC ആയി എന്ന് ചോദിച്ചാൽ ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, മൈലൈഫിന് ആത്മാർത്ഥമായി പ്രണയിച്ചു. കപട സ്നേഹം മൈലൈഫിനോട് കാണിച്ചാൽ മൈലൈഫ് നമ്മളെ സ്നേഹിക്കൂല. രാവിലെ നമ്മളെ പ്രൊഡക്റ്റ് ഒന്ന് കണ്ട് ആ പ്രൊഡക്റ്റിന്റെ അവർക്ക് സെൽഫിൽ നോക്കി ഒന്ന് ചിരിച്ച്, ഒരു ആത്മാർത്ഥമായിട്ടുണ്ടല്ലേ നമ്മള് ഇഷ്ടപ്പെട്ടവരോട് ചിരിക്കും പോലെ നമ്മളെ പ്രൊഡക്റ്റ് കണ്ട് ഒന്ന് ചിരിച്ച് അതിനൊരു മുത്തൊരു വല്ലാത്ത ഏതെങ്കിലും ഒന്ന് എടുത്ത് ഒരു മുത്തം കൊടുത്ത്, ഇത് എന്നെ രക്ഷിച്ച എന്റെ ഫാമിലി, എന്റെ ശരീരത്തെ ആയിരക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തിയ ഒരു സംഭവമാണല്ലോ എന്നുള്ളത് അതിനൊരു മുത്തം കൊടുത്ത് സ്നേഹിക്കുന്ന ആ ഒരു ആത്മാർത്ഥ സ്നേഹ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പെണ്ണ് കിട്ടിയ രണ്ടാമത്തെ പെണ്ണ് ലീഡേഴ്സ് ഒക്കെ പറയുന്ന രണ്ടാമതൊരു പെണ്ണൂടിയും കിട്ടിയിരുന്നു. ആ പെണ്ണാണ് മൈലേജ് സ്റ്റൈൽ. ഒന്നാമത്തെ പെണ്ണിനേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന രണ്ടാമത്തെ ഭാര്യനാണ്. കാരണം ഒന്നാമത്തെ പെണ്ണ് ജീവിക്കണമെങ്കിൽ ഓക്ക് പിന്നെ വേണ്ട സാധനങ്ങൾ മാർച്ചു കൊടുക്കണമെങ്കിൽ രണ്ടാമത് കല്യാണം കഴിച്ച വിവാഹം കഴിച്ച മൈലേജിനെ സ്നേഹിക്കണം. അപ്പൊ ഞാൻ പെണ്ണുങ്ങളോടും മക്കളോടും ഒക്കെ പറയുന്നുണ്ട്, എനിക്ക് മക്കളല്ല വലുത്, എനിക്ക് എന്റെ ഭാര്യയല്ല വലുത്, എനിക്ക് എന്റെ മൈലൈഫാ വലുത്. അത് ഞാൻ അവരോട് തന്നെ പറയുന്നതാണ്. കാരണം എന്താ, അവര് ജീവിച്ചു പോണതും അവര് ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നതും അവര് ഇഷ്ടം നടപ്പിലാക്കുന്നതും മൈലൈഫ് തരുന്ന വരുമാനം കൊണ്ടാ. മൈലൈഫ് ഇല്ലെങ്കിൽ എന്താവുമായിരുന്നു? പണ്ടത്തെ അവസ്ഥ ഞാൻ ഇതിൽ പറയുന്നില്ല. ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പടി എന്നൊക്കെ പറയാനുണ്ടല്ലോ, അത്രയും കഷ്ടപ്പെട്ടിട്ട് അതൊന്നും പൊതു പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയുന്നില്ല. കാരണം വെറുതെ കുറെ കേട്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. 2-day ട്രെയിനിങ്ങിലൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ പങ്കെടുത്ത ഒരാൾ പോലും ഇല്ലാതെ കരഞ്ഞിട്ടുണ്ട്. കാരണം ഒരാൾക്കും കരയാതെ കേൾക്കാൻ കഴിയില്ല. ഇങ്ങനെ ജീവിച്ച ഒരു പഠിപ്പിന് ദൈവം പൂ പോലെ നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്ന് മൈലൈഫ് എന്നൊരു സംഭവം കൊടുത്തിട്ട് ഇനിയും നമ്മൾ എവിടുക്കാൻ നിൽക്കുന്നത്? അപ്പൊ നമുക്ക് എന്താണ് ഈ എന്താ പറയാ, പിന്നെ ഈഗോ, അതായത് ഞാനിപ്പോ ഇതെങ്ങനെ ശരിയാ, ഞാൻ ഇതെങ്ങനെ ആൾക്കാരോട് പറയാ എന്ന് വിചാരിച്ച് കുത്തിരുന്നാൽ ഇതൊന്നും വിജയിക്കുന്ന മാർഗമല്ല. ആത്മാർത്ഥമായി ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ഞമ്മക്കൊരു അച്ഛനുണ്ട്, ഒരമ്മണ്ട്, ഒരു ഉപ്പുണ്ട്, ഒരു ഉമ്മുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഒരാളുകൂടി ഉണ്ട് ദുനിയാവില്, ഈ ലോകത്ത്. അതാരാ? നമ്മള് പിന്നെ സാറുമാരല്ല, നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരെക്കാൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ആരാണെന്ന് അറിയാം. മൈലൈഫില് നമ്മളെ പിന്നെ കൈ പിടിച്ച് ഉയർത്തി നമ്മളെ അപ്ലൈ ചെയ്യണം. ഉമ്മ കഴിഞ്ഞാൽ, അച്ഛൻ കഴിഞ്ഞാൽ, അമ്മ കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരാളുണ്ടെങ്കിൽ അത് നമ്മളെ അപ്ലൈ ചെയ്യണം. നമ്മളെ മൈലൈഫിലേക്ക് ഐഡിയ എടുപ്പിച്ചിട്ട് ആ ആളുണ്ടല്ലോ, അദ്ദേഹത്തിനെ വെറുപ്പിച്ച് ഈ ബിസിനസ് ചെയ്തിട്ട് വെറുതാണ്. ഇപ്പൊ മാതാപിതാക്കളോട് വലിയ ഇഷ്ടത്തോടുകൂടി സ്നേഹിക്കുകയാണ്. പക്ഷെ അപ്ലൈൻ ലീഡേഴ്സിന് ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ അമ്മനെ കുറിച്ചിട്ട് അങ്ങാടി പോയ സമയത്ത് നമ്മൾ അമ്മയെ കുറിച്ചിട്ട് എന്ത് ചെയ്യാണ്, അല്ല ഉമ്മാനെ കുറിച്ചിട്ട് അങ്ങാടിയിൽ നിന്ന് കുറെ ആൾക്കാർ കുറ്റം പറയാം, 2-3 ആൾക്കാർ കുറ്റം പറയണ്ടേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, നമ്മളെ ഉമ്മനെ കുറിച്ച് അമ്മനെ കുറിച്ച് കുറ്റം പറയുന്ന നേരം അവരപ്പം നമ്മൾ കൂടി കൊടുക്കയ്യ, അത് ശരി അങ്ങനെ ഉണ്ടല്ലേ, ഓഹോ അങ്ങനെയൊക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മനെ കുറിച്ചിട്ട് കുറ്റം പറയുന്നത് നമ്മൾ എന്താ ചെയ്യാം, അവരെ അമ്മനെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥലം വിടൂലേ? ബുദ്ധിയുള്ളവന് അതല്ലേ ചെയ്യാം. ഇതുപോലെ നമ്മൾ അപ്ലൈൻ ലീഡേഴ്സിന് ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എതിർത്തിട്ട് അയാളുമായിട്ട് എതിർത്ത് വെറുതെ ഒരു പ്രശ്നം വേണ്ടെന്നുണ്ടെങ്കിൽ സ്ഥലം കാലയാക്കിയാണ്.
അവിടുന്ന് ആ സദസ്സിൽ തന്നെ പോയി കാണാൻ. ഇനി ആരെങ്കിലും മൈ ലൈഫിന്റെ അപ്ലൈങ് ലീഡേഴ്സിനെ അതായത് നമ്മൾ അവരെ സ്നേഹിച്ചില്ലെങ്കിലും അവരെ മുറിവേൽപ്പിക്കാതിരിക്കാം. മുറിവേറ്റാൽ ഒരു സംശയവുമില്ല ഇത് നമുക്ക് തിരിച്ചു കിട്ടും. കാരണം ഇത് ദൈവത്തിന്റെ ബിസിനസ്സാണ്. ദൈവം ഇഷ്ടപ്പെട്ട ആളുകൾക്ക് സമ്മാനമായി നൽകുന്ന. അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് അപ്ലൈങ് ലീഡേഴ്സിന്റെ മനസ്സ് പ്രയാസപ്പെടുത്തുക എന്നുള്ളത്. ആ പ്രയാസപ്പെടുത്തി അവരെനി എന്തോ, ഞാൻ എപ്പോഴും പറയാണ്, എന്നോട് അയ്യപ്പ് സാർ പറയാണ്, നട്ടുച്ചക്ക് വെറുതെ പറയല്ല, ഞാൻ വെറുതെ ഒരു ബടായിട്ട് പറയല്ല, നാളെ ഉച്ചക്ക് അയ്യപ്പ് സാറിനെ വിളിച്ചിട്ട് അറിയാം, ഉമർ ഉസ്താദ് നിങ്ങൾ പന്നൂർ അങ്ങാടി കൂടി നാളെ ഉച്ചക്ക് ഒരു ചൂട്ടും കത്തിച്ച് പോണം. അങ്ങാടി കൂടി പോയാൽ മതി, ഒരു ചൂട്ടും കത്തിക്കണം, മാനോ ട്രൗസർ കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ട്രൗസർ നീളല്ലോ ട്രൗസർ കൊടുക്കും, ഒരു ഫാൻ്റെ ഒന്ന് കൊടുക്കും, അവരത് കാണാത്ത മുട്ടിന്റെ താഴോട്ടുള്ള ഒരു ട്രൗസർ കൊടുക്കും, ചൂട്ടും കത്തിച്ചു പോകും. എന്തിനാ അയ്യപ്പ് സാറെ ചൂട്ടും കത്തിച്ച് പോകണം ഞാൻ ചോദിക്കൂല. കാരണം എന്റെ അപ്ലൈൻ ലീഡറാണ്, ഇനി ഇതിൽ വിജയിപ്പിച്ച ലീഡറാണ്. ഇയാൾ എന്ത് പറഞ്ഞാലും ഹാദിർ ഹാദിർ ഹാദിർ. അവിടെ മറുചോദ്യമല്ല, എന്തിനാ ചോദിക്കൽ പോലും ശരിയായ വഴക്കല്ല. അപ്ലൈൻ ലീഡർ പറയാണ് നിങ്ങൾ അവിടെ പോകണം, ഇവിടെ പോകണം, മറ്റേതാക്കണം, അല്ലെ മീറ്റിങ്ങിന് പോകണം, എന്തിനാന്ന് പോലും ചോദിക്കും. ഈ രീതിയിൽ ഒന്ന് പോയി നോക്കി. അങ്ങനെയാണ് ഞാൻ CTC, അത് എന്റെ രഹസ്യം അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ വിജയിച്ച് കാണിക്കണമെങ്കിൽ നമുക്ക് വലിയ പ്രോഗ്രാം വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയോ, അപ്ലൈൻ ലീഡർ പറയാണ് നിങ്ങൾ ആ പ്രോഗ്രാമിൽ സ്റ്റേജ് കയറണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ആണാരും പെണ്ണാരും ഹിന്ദു ആരും മുസ്ലിം ആരും ക്രിസ്ത്യൻ ആരും ആര് തന്നെ ആണെങ്കിലും നമ്മൾ അപ്ലൈൻ ലീഡർ പറയാണ് ആ പരിപാടിക്ക് നിങ്ങൾ ഇന്ന റാങ്കിൽ അവിടെ കയറണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കയറിയിരിക്കണം. അതുകൊണ്ട് നമുക്കൊരു നഷ്ടം വരില്ല. നമ്മൾ അവിടെ കൊണ്ടുവച്ചാൽ അയാളിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ, അയാൾക്ക് ജീവി കയറാൻ വേണ്ടിയിട്ടാണോ എന്ന് ചിന്തിച്ചാൽ നമ്മളെ കുത്തിരിപ്പുണ്ടാവും. ഞാൻ എൻ്റെ ടീമിലൊക്കെ പലരെയും ഞാൻ കണ്ടിട്ട് ഈ ഓവർ കുരുട്ടുബുദ്ധിയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ രക്ഷപ്പെടില്ല. എങ്ങനെ ലീഡേഴ്സ് പറയുന്നതിനൊക്കെ അത് ഇന്നാലിന്റെ ആവശ്യത്തിനായിരിക്കും, അല്ലെ എന്നുണ്ടല്ലോ ഓവർ ബുദ്ധി ഇതിനെ ഉപയോഗിക്കാണ്ടിരിക്കലാണല്ലേ. ഇതിന് എപ്പോഴും നല്ല മന്ദബുദ്ധിയാണ്. അതാണ് ഏറ്റവും നല്ല ലീഡേഴ്സിന്റെ മുന്നിൽ ആ ലീഡേഴ്സിന്റെ കാൽ കീഴിൽ ജീവിക്കാം. അപ്പം ചോദിക്കുമോ, പിന്നെ ഇതിന്റെ മുന്നേ എൻ്റെ ഒരു ലീഡർമാരെ വലിയൊരു വിഷയം ഉണ്ടായി. ഞാൻ അവസാനം എന്ത് ചെയ്ത്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് അതൊരു മസലത്തിന്റെ സന്തോഷമായിട്ട് പഞ്ചായത്ത് പറയുന്ന അവസ്ഥയിലെത്തി. അപ്പൊ എന്ത് കണ്ടാലും കേട്ടതും കണ്ടതും എടുത്തു പറയുന്ന ഒരു ലീഡറാണ് ഇദ്ദേഹം. ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് കണ്ടാലും ശരിയാണെങ്കിൽ ശരിയാണ്, തെറ്റാണെങ്കിൽ തെറ്റാണ്, അത് ഏത് കൊല കൊമ്പനോടും പറയും. പക്ഷെ മൈലൈഫിൽ അത് പറ്റൂല. മൈലൈഫ് ചിലപ്പോൾ ഇത് കണ്ടത് കണ്ടില്ലാന്നോ കേട്ടത് കേട്ടില്ലാന്നൊക്കെ വെക്കേണ്ടി വരും. കാരണം എന്താ, ആ ടീം മുന്നോട്ട് പോകണമെങ്കിൽ അത് വേണ്ടി വരും. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ഒരു വിഷയത്തില് ഇദ്ദേഹം തറപ്പിച്ച് പറഞ്ഞ എന്നോട് തന്നെ, ഉമർ ഉസ്താദ് ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ പറയണം, ഇല്ലെങ്കിൽ ഞാൻ വിടൂല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ സാറേ ഇതിൽ ചിലപ്പോ നമ്മള് കണ്ടത് കണ്ടില്ലാന്ന് കേട്ടത് കേട്ടില്ല, അത് എന്നെ കൊണ്ട് നടക്കൂലെന്ന്. അപ്പൊ അവൻ നിങ്ങൾക്കൊണ്ട് നടക്കൂല, മയിലേക്ക് നിർത്തി വേറെന്തോ പണിക്ക് പോയിക്കോളി. ഇതെന്ത് ചെയ്യാന്നറിയോ, നമ്മള് രാവിലെ കൈക്കോട്ടൂരിന്റെ പണിക്ക് പോയാല് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിക്കുപോയാല് ഒരു ബുദ്ധിമുട്ടില്ല. സ്വഭാവം ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. നമ്മള് കുരുട്ടുബുദ്ധിയോ എന്തെങ്കിലും ബുദ്ധിയോ അല്ലെങ്കിൽ എന്തോ വാശിയോ ദേഷ്യമോ പോരോ ഇതൊക്കെ ആയിട്ട് നടന്നോളി, നമുക്കൊരു നഷ്ടമില്ല. പക്ഷെ നമ്മൾ മൂലൊക്കെ കിടന്നാലേ നമ്മള് ഫ്രീ ആയി നിൽക്കുന്നവരെ നമ്മളെ അക്കൗണ്ടിൽ വരുമാനം വരുന്ന ഒരു ബിസിനസ്സായത്, നമ്മളില്ലാതെ നോമിനിക്ക് വരുമാനം വരുന്ന ബിസിനസ്സായത്. ഇത് നമ്മൾ ആ കൊത്താൻ പോകുന്നത് പോലെ ചെയ്യേണ്ട ഒരു പണിയല്ല. ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ലേശം മുറിവേൽപ്പിക്കേണ്ടി വരും, ലേശം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. ആ സഹിക്കാതെ ഇതിൽ നമുക്ക് വിജയിക്കാൻ കഴിയൂല. അതിനും പറയാം നമ്മൾ സാധാരണ, ഞാനിപ്പോ മദ്രസ ഉസ്താദാണ്, അപ്പൊ ഈ ദേഷ്യം വാശും പൂരും ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ നടക്കും. കാരണം രാവിലെ പോയിട്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മളടുത്ത് മോശം എന്തെങ്കിലും ഒരു പറ്റൂല്ലെങ്കിൽ ഒരു തിരിച്ചു വിടും. പക്ഷെ ഇതല്ല, ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ വളർത്തേണ്ട ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്നൊരു ബിസിനസ്സാണ്. നമ്മൾ മൂലയിലായ നമുക്ക് വരുമാനം വരുന്ന ഒരു ബിസിനസ്സാണ്. അതുപോലെ തന്നെ നമ്മൾ മരിച്ചാൽ നമ്മളെ ഫാമിലിയിലേക്ക് വരുമാനം വരുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ അതുകൊണ്ട് ഇതിലെ സ്വഭാവം മാറ്റി നല്ല മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇന്ന് എന്റെ സംസാരം കേട്ട് ഇന്ന് മുതൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞു നോക്കും. ഒരു സംശയമില്ല, ഒരു വിദ്യാഭ്യാസവും വേണ്ട, ഒരു എന്റെ ഭാഷ പറഞ്ഞ ഒരു മണ്ണാങ്കട്ടയും വേണ്ടിയില്ല. ഇതിന് വേണ്ടത് എന്താണെന്ന് ഈ അർപ്പണ ബോധമാണ്. ഇത് മാത്രമേ ഇതിന് വേണ്ടൂ. ഈ ഒരു അർപ്പണ ബോധത്തോടു കൂടി നമ്മൾ മൈലൈഫ് ചെയ്യാണ്. അത് പെണ്ണുങ്ങൾ ചിലപ്പോൾ അറിയോ, എനിക്കൊന്ന് ഉമർസ്ഥാനൊക്കെ നടക്കുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഈ പിന്നെ സൂമിലേക്ക് എന്നെ ഗൂഗിൾ മീറ്റിലേക്ക് വിളിച്ചാൽ എനിക്ക് പേടിയാണ്. ഞാൻ എന്താ പഠിച്ചാലും പറയാ, ഈ സംസാരിക്കുന്ന സമയത്തേക്ക് പേടിയാണ്. അതുപോലെ എവിടെ CTC റാങ്കൊക്കെ അല്ലേ, സ്റ്റേജിൽ പോണതിന് മുന്നേ ഞാൻ ആത്മീയമായിട്ട് എന്തൊക്കെയോ ചൊല്ലിയിട്ട കയറില്ലേ,
കാരണം എനിക്ക് സംസാരിക്കാൻ അവനോട് പേടിയാണ്. അപ്പൊ എന്താ പഠിച്ചവനെ പറയും, എന്നിട്ട് ബേജാറായിട്ട് ആ പ്രോഗ്രാം കഴിഞ്ഞാലേ ഇറങ്ങിയാൽ എനിക്ക് സമാധാനമാവും. എന്നാൽ അന്നൊരു പ്രോഗ്രാമിന് ഞാൻ സംസാരിച്ച് നാളെ വേറെ പ്രോഗ്രാമിന് പോണ അന്നേരം പേടിയില്ല. ഈ പേടി വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ എന്താണ്, ഇത് സംസാരിക്കാതെ വയ്യ. അതുപോലെ എൻ്റെ ഒരു മറ്റൊരു സ്വഭാവം ഞാൻ മുറിച്ചു മാറ്റിയത്, എൻ്റെ ശബ്ദയ്ക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. അത് എൻ്റെ മോന് ഗ്രൂപ്പിൽ അയച്ച മെസ്സേജ് എൻ്റെ മോൻ എൻ്റെ അടുത്ത് നിന്ന് കേൾക്കുകയാണെങ്കിൽ അവനോട് പറഞ്ഞു ദൂരെ പോയി കേൾക്കാം, എൻ്റെ അടുത്തുനിന്ന് പാടുന്നത്. എനിക്കത് കേൾക്കാൻ കഴിയില്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കും പാടുന്നത്. അപ്പൊ ഞാൻ അത്ര പോലും ഓടി അയക്കാൻ വിഷമമുള്ള ആളായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, മൈ ലൈഫില് ഓടി അയക്കാതെ രക്ഷപ്പെടില്ല എന്ന് കണ്ടാലും പിന്നെ ആ സിസ്റ്റായിട്ട് മാറ്റി. ആരോ കേട്ടോട്ടെ, ഓൾക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല ഓല് കേൾക്കുന്നത്. ഞാൻ എന്തിനാ എൻ്റെ ശബ്ദം ഞാൻ ഇഷ്ടപ്പെടുന്നത്, കുറെ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ലേ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന സമയത്തും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞിട്ട്, നിങ്ങൾ ഈ ഭാഷയെ സംസാരിക്കണോ, ഈ ഭാഷ നിങ്ങൾ സാഹിത്യം ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ, നിങ്ങളെ ഐഡന്റിറ്റി ഇതാണ്, നിങ്ങൾ ഇന്നേക്ക് പറഞ്ഞാൽ മതി. എനിക്കിങ്ങനെ പറയാൻ കഴിയും. അതെനി വലിയ ITC ആയിട്ടും കാര്യമില്ല. നിങ്ങൾ ഉമർസ്ഥാനെ വിളിച്ചാൽ ഞാൻ ഈ ശൈലി പറയും. ഇത് സൗകര്യമുള്ളവർക്ക് കേൾക്കാം, വിജയിക്കാം. എന്നാൽ എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കാറിൽ യാത്ര പോകുന്നേരോ എൻ്റെ DTC അബോ ലീഡേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അങ്ങനെ ആ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം നോക്കൊന്ന് അറിയാൻ വേണ്ടി പിന്നെ പറഞ്ഞു തരികയാണ്. വെറുതെ പറയല്ലോ കേട്ടോ, എൻ്റെ മോനെ ഇവിടെ അടുത്തുണ്ട്. അപ്പോ ഈ 30 ആളാ പങ്കെടുക്കുന്നത്, 25 ആള്. അപ്പോ ഒരു പച്ചക്കറി ബിരിയാണിക്ക് എത്ര, 75 രൂപ. അപ്പൊ ഞാൻ മോനോട് ചോദിച്ചു, അല്ല മോനെ, പിന്നെ ഓല് പറയുന്നത് ഹോട്ടലിലെന്ന് പറയുന്നത് 25 ആളെ പങ്കെടുക്കുന്നത്, ഒരു പച്ചക്കറി ബിരിയാണിക്ക് 75 രൂപ. അപ്പൊ ഓരോരുത്തർ വാങ്ങണം, കണക്കൂട്ട പോണായിരുന്നു. അപ്പൊ മോൻ ഡ്രൈവ് ചെയ്യാം. അപ്പൊ മോൻ എന്നോട് പറഞ്ഞു, ഉപ്പ കാൽക്കുലേറ്റർ എടുത്തു. അപ്പൊ എന്നോട് തന്നെ പിന്നെ എന്താ 75 × 25 അല്ലെ 25 × 75 എന്തോന്നാ പറഞ്ഞേ. അപ്പൊ ഇൻറ്റു എന്ന് പറഞ്ഞ സംഭവിക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതേതാ മോനെ ഇൻറ്റു എന്ന്. അപ്പൊ എന്നോട് തന്നെ ഉപ്പ ഗുണിക്കണം എന്നുള്ള ഇല്ല, അപ്പം ഗുണിക്കണക്ക് അറിയട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, അതേതാ മോനെ ഗുണിക്കേണ്ടി, അത് ഏതാ കാണിച്ചിട്ടുണ്ടാകും. അപ്പൊ ഓൻ ഡ്രൈവ് ചെയ്യാ. അപ്പൊ ഓനോട് അറിയാം നിങ്ങളിങ്ങനെ സാധനം, അതാണ് സംഭവം. അപ്പൊ ഓനോട് ചോദിച്ച്, നിങ്ങൾക്ക് ആരാണ് NTC ആക്കിയത്, ഓല ചവിട്ടണമെന്ന്. അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞു, ചിലക്കാതെ പോകരുത്, ഈ ഗുണിക്കണോ പെരുക്കണോ ബാക്കിയുള്ള ഒന്നും അറിഞ്ഞൂടെങ്കിൽ എനിക്ക് മാസത്തിൽ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വരുമാനം വരുന്നത്. ഞങ്ങൾക്ക് 5 ഭാഷ കൈകാര്യം ചെയ്യാനറിയോ, എന്നിട്ട് എന്റെ വരുമാനം എത്ര ആവെന്ന് പറയാം. ഓന് DTC ആയിട്ടുള്ളൂ, ഓന്റെ വരുമാനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ അവൻ ഇന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, ഇനി എന്ത് ചെയ്തോ, നിന്റെ വരുമാനം വാങ്ങാൻ നോക്ക്. നിന്റെ ഗുണിക്കണോ അരിക്കണോ പെരുക്കണോ ഒന്നും പഠിച്ചിട്ടല്ല, എനിക്ക് മാസത്തിൽ ലക്ഷങ്ങൾ വരുന്നത്, ഞാൻ പണിയെടുത്തിട്ടാണ്. സത്യത്തിൽ ഞാൻ എന്നോട് തമാശ പറഞ്ഞതാണെങ്കിലും അതല്ലേ കാര്യം. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് തലക്ക് വിദ്യാഭ്യാസം വെച്ച് നടന്നിട്ട് എന്ത് കിട്ടാനാ? വിദ്യാഭ്യാസമുള്ള ആളുകളാണോ ഇവിടെ വിജയിച്ച ആളുകളൊക്കെ? യൂട്യൂബില് പല മോട്ടിവേഷൻ സംസാരം കേൾക്കാം. തന്നെ പൊട്ടമാരിനെ പോലത്തെ ആളുകളാണ് എന്ത് ചെയ്യുന്നത്, യൂട്യൂബിലുള്ള എല്ലാ വിജയിച്ച ആളുകളും. പോലൊന്നും വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളല്ല. പക്ഷെ ഞമ്മക്കും വിദ്യാഭ്യാസം എന്നല്ല ഈ വിഷയം. ഇതിൽ ആത്മാർത്ഥമായി ലീഡേഴ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോയി. ഞാൻ കൂടുതലൊന്നും പറയില്ല. അപ്പൊ അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദയവ് ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബിസിനസ്സിലേക്ക് ദൈവം വലിച്ചു കൊണ്ടുപോയിട്ടതാണ്. അത് നിങ്ങൾക്ക് എന്നാണോ തിരിച്ചറിയുന്നത് അന്ന് നിങ്ങൾ രക്ഷപ്പെടും. ഇല്ല, ഇത് ലീഡർക്ക് വേണ്ടിയിട്ടാണ്, മൂക്കർക്ക് ബീവി കയറാൻ വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിച്ച് നമ്മൾ മാറി എന്നാൽ വെറുതാണ്. ഇപ്പൊ ഈ ഗൂഗിൾ മീറ്റിംഗിൽ തന്നെ ഞാൻ എൻ്റെ ടീമിനോട് പറയുന്നതാണെന്ന് അറിയാം, വീഡിയോയിൽ വരുന്ന എൻ്റെ മോന്റെ നേരിട്ടല്ല പറയല്, DTCനോടും ZTCനോടും ഒക്കെ പറയല്, വീഡിയോയിൽ വരുന്ന ആളുകളെ നോട്ട് ചെയ്തോളി, അവരെ ഫോളോ അപ്പ് ചെയ്തോളി, അവരെ വിജയിപ്പിക്കാൻ നോക്കി. സൂമിൽ കയറും, സൂമിൽ കയറിയിട്ട് വീഡിയോയിൽ വരാത്ത ആളുകള് അവരെ എന്തിനാ നമ്മള് ബയ്യെ കിടക്കുന്നത്? ഓൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടല്ലേ മര്യാദക്ക് വീഡിയോയിൽ വരട്ടെ. വീഡിയോയിൽ വരുന്നില്ല, എനിക്ക് മൈലൈഫിൽ വിജയി കഴുത്തും കത്തിയും ഓലെടുത്ത് വെക്കുക, എന്നിട്ട് ഓല് പറയും എന്നെ അങ്ങ് അറക്കുന്നത്. അതെങ്ങനെ അറക്കാൻ കഴിയുക? ഒന്നുകിൽ കഴുത്ത് നമ്മളെടുത്ത് തരണം, അല്ലെ കത്തി തരണം. ഈ 2 സാധനം ഓല് കയ്യിൽ വെക്കുക, എന്നിട്ട് പറയാ ലീഡറോട് പറയാ എന്നെ വിജയിപ്പിക്കണം, എന്നെ നടക്കുന്നത്. അത് നടക്കുന്ന കച്ചവടമല്ല. ഒന്നുകിൽ കഴുത്ത് എന്ത് ചെയ്യണം, ലീഡർ എടുത്ത് കൊടുക്കണം, അല്ലെ കത്തി കൊടുക്കണം. 2-ലേതൊന്ന് കൊടുത്താലേ സംഭവം നടക്കൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, ഞാൻ മൈലൈഫിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആ ആത്മാർത്ഥമായി ഇറങ്ങിക്കോളി. ഇതിനേക്കാൾ വിജയിക്കാൻ പറ്റിയ ഒരു ഭൂലോകത്ത്, അള്ളാന്റെ ലോകത്ത്, ദൈവത്തിന്റെ ലോകത്ത്, ഞാൻ വിശ്വസിക്കുന്ന പഠിച്ചവന്റെ ലോകത്ത് ഇതിനേക്കാൾ നല്ലൊരു ബിസിനസ് വേറൊന്നില്ല. എന്നെ മൈലൈഫിലേക്ക് വന്ന് എന്നെ ഉപദേശിക്കാൻ വന്നതിന് എന്റെ നാട്ടിലുള്ള ഒരാൾ അദ്ദേഹം എന്നോട് പറഞ്ഞ്, ഉമറ ഇനി ഉസ്താദല്ലേ, എനിക്ക് പറ്റിയ ബിസിനസ് അല്ലത്.
അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ ബിസിനസ് എന്താ? അപ്പൊ ഓന് മെഡിക്കൽ ഷോപ്പാണ്. ഞാൻ എല്ലാത്തിനും പറയലുണ്ട്, മരണം വരെ പറയുകയും ചെയ്യും. അത് ഓൻ കേട്ടാലും വണ്ടിയിലെ കേട്ടില്ലെങ്കിൽ വണ്ടിയിൽ വല്ലാത്തൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ എന്നോട് പറയുന്നത് പിന്നെ എനിക്ക് പറ്റിയ ബിസിനസ് അല്ല. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചു നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്താ? എന്റെ കുഴപ്പമൊന്നുമില്ല, ഞാൻ മെഡിക്കൽ ഷോപ്പ് അല്ലേ, ഗൾഫിൽ നിന്ന് വിളിക്കാന്ന്, എന്നെ നന്നാക്കാൻ വിളിക്കുക ഗൾഫിൽ നിന്ന്. അപ്പൊ ഞാൻ പിന്നെ എന്റെ ബിസിനസ് മെഡിക്കൽ ഷോപ്പ് അല്ലേ? ഓ അത് ശരി, കട്ട് ചെയ്യല്ലേ, ഒരു മിനിറ്റ് എന്നാണ്. അപ്പൊ എന്താ ഗൾഫിൽ നിന്ന് വിളിക്കുന്ന എന്തോ ഒരു സാമാനില്ല, അതിനാ വിളിക്കുന്നത്. പിന്നെ ഗൾഫിൽ നിന്ന് വിളിക്കുന്ന, വിദേശത്ത് നിന്ന് വിളിക്കുന്ന, വിളിക്കുന്ന ഒരു സംഭവം, പിന്നെ നമ്മളെ വാട്സാപ്പിൽ നിന്നല്ല വേറെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനാ വിളിച്ചത്. അങ്ങനെ എന്ത് ചെയ്ത് ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങള് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുടെ കിഡ്നിയും ലിവറും ഹാർട്ടും നശിപ്പിച്ചിട്ടാണ് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരുമാനം വന്നത് അല്ലേ? കഫ് സിറപ്പ് കൊടുത്തിട്ട് ഇപ്പൊ 2-3 കൊല്ലം മുന്നേ കൊടുത്ത കഫ് സിറപ്പ് ഗവൺമെന്റ് നിരോധിച്ച് ഈ സംഭവം വിറ്റിട്ടല്ലേ ഇയാൾ അക്കൗണ്ടിലേക്ക് വരുമാനം വന്ന് അല്ലെ? നിങ്ങൾ പറ, ആരെങ്കിലും ഒന്ന് മറുപടി പറയാ. അതായത് മറ്റ് ഗവൺമെന്റ് വിരോധിച്ച, അല്ലെങ്കിൽ ഈ പിന്നെ പനഡോളും ബാക്കിയുള്ളതൊക്കെ കൊടുത്തിട്ട്, പനഡോൾ കൊടുത്താൽ കിഡ്നിയൊക്കെ മര്യാദയ്ക്ക് നിൽക്കുന്ന, അപ്പൊ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കിഡ്നി പോയി, ലിവർ പോയി, ഹാർട്ട് പോയി. ഡോക്ടർമാർ പറഞ്ഞ ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ടൊന്നും ഒരു ആളും മരിക്കൂല, അതിന് കഴിക്കുന്ന പ്രൊഡക്റ്റ് കൊണ്ടാണ്, മരുന്നുകൊണ്ടാണ് മരിക്കാറ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെയല്ല നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരുമാനം? എന്റെ പരിപാടി എന്താണെന്നറിയാം, നിങ്ങൾ ഈ ഭൂലോകത്ത് പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ കിഡ്നി നശിപ്പിച്ചിട്ട്, ലിവർ നശിപ്പിച്ചിട്ട്, ഹാർട്ട് നശിപ്പിച്ചിട്ട്, ഞാൻ യൂറിഫ്ലഷ് കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, കിഡ്നി റെഡിയാക്കും. ഞാൻ ലിവഗയും കൊടുക്കും, അവരെ പിന്നെ ലിവർ ശരിയാക്കും. അതുപോലെ തന്നെ വല്ലാർട്ട് കൊടുക്കും, എന്നിട്ട് അവരെ ഹാർട്ട് ശരിയാക്കും. അപ്പൊ നിങ്ങൾ കേടിയെത്തിയ ശരീരം ഞാൻ നന്നാക്കാണ്. അപ്പൊ എന്റെ വരുമാനാണോ ശരിയായ വരുമാനം, നിങ്ങളെ വരുമാനാണോ? എന്താ മൂപ്പര് മറുപടി അറിയാം? ഒരു കുഞ്ഞു മറുപടി പറയാനില്ല, ഞങ്ങൾക്കൊന്നും മറുപടി പറയാനില്ല. ഇതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ചെയ്യുന്ന ഓരോ ബിസിനസ്സും എല്ലാം പോട്ടെ, നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മളെ ഭാര്യമാർക്ക് ചെയ്യാൻ പറ്റിയതാണോ? 5 കൊല്ലം മുന്നേ ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണെങ്കിൽ, മരിക്കുകയാണെങ്കിൽ, പള്ളി കമ്മിറ്റിക്കാർ, മദ്രസ കമ്മിറ്റിക്കാർ എന്റെ പെണ്ണുങ്ങളോട് വന്ന് പറയാ, പിന്നെ ഉമർസ്ഥാദ് ഏതായാലും പോയി, അപ്പൊ പള്ളിയിൽ നിങ്ങൾ ഇമാമിക്കണം, മദ്രസയിൽ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം എന്നാണ് കമ്മിറ്റിക്കാർ വിട വരുക. പിന്നെ എന്റെ പെണ്ണുങ്ങൾ എങ്ങനെ നോക്കുക? ഒരു കൊല്ലത്തിൽ ഒരു കിറ്റ് ആണ്ടിന്റെ അന്ന് ഒരു ചാക്ക് അരി കൊടുക്കുന്നുണ്ടാവും, ഒരു കൊലയും കൊടുക്കും, പച്ചക്കായോ എന്തോ അതും കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, മക്കൊക്കെ ഒന്ന് തലോടി ഒരു 500-1000 കൊടുക്കും, പോലെ അങ്ങ് പോകും. ഇതല്ലേ സംഭവം ഉണ്ടാകുക. പിന്നെ എന്റെ ഭാര്യന്റെ ആങ്ങളാരോ കുടുംബക്കാരോ നോക്കണം. എന്നാൽ ഇന്ന് പ്രിയപ്പെട്ടവരെ, മൈലിൽ വന്നിട്ട് 5 കൊല്ലായി. ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ ദൈവം ആരോഗ്യമല്ലേ, അതായത് എന്റെ ടീമിലുള്ളവരൊക്കെ ITC ആയിട്ട് മരിച്ചാൽ മതി എന്ന് എന്റെ ആഗ്രഹം. ഞാൻ ദൈവപ്പള കൊണ്ടുപോകുന്ന സന്തോഷമാണ്. അത് എപ്പം പോയാലും ഇപ്പം പോവുകയാണെങ്കിൽ സന്തോഷം തന്നെ, വിഷമമൊന്നുമില്ല. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ഇല്ലാതായാൽ നിങ്ങളൊന്ന് ആലോചിച്ചു, അടുത്ത ബുധനാഴ്ച പി എന്ന് പറഞ്ഞിട്ട് ഭാര്യന്റെ അക്കൗണ്ടിൽ വരുമാനം വരൂലേ? മരിക്കുന്ന നേരം സുഖം കൂടുവോ അല്ലെങ്കിൽ വേദന കൂടുവോ? എന്താ ചെയ്യാ? 5 കൊല്ലം ഞാൻ മരിക്കുകയാണെങ്കിൽ പഠിച്ചവനെ, ഞാൻ എന്റെ ഭാര്യക്ക് ഒരു വരുമാനം ഉണ്ടാക്കി വെക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, ഞാൻ ഇങ്ങനെ അങ്ങ് ഇല്ലാതായി പോവുകയാണല്ലോ, വേദന കൂടും, മരണവേദന കൂടും. എന്നാൽ ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ ചിരിച്ചോണ്ട് കൈ അടിച്ചിട്ട് ഞാൻ മരിക്കുക. അതങ്ങാൻ ബുധനാഴ്ച വെച്ചാൽ പറയുകയും വേണ്ട. കാരണം പെണ്ണുങ്ങൾ കാണിച്ചിരുതാ നിങ്ങളെ വരുമാനം കേട്ടോ, അയ്യോ സന്തോഷം, എന്നാ പോട്ടെ ടാറ്റാന്ന് പറഞ്ഞു പോകും. ഇത്രയും നല്ലൊരു ബിസിനസ് ഉണ്ടായിട്ട് ഇനിയും നമ്മൾ കോളേജ് നോക്കി നടക്കുകയാണെങ്കിൽ നമ്മൾ വേറെന്തോ പണിക്ക് പോരാ നല്ലത് അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത്. പക്ഷെ നിങ്ങൾ ആരും അങ്ങനെയല്ല. കാരണം എന്താ, രാത്രി 9 മണിയായിട്ടും ഇപ്പൊ എത്ര ആളുകള് 65 80 ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ബിരുദം കിട്ടി പോയതായിരിക്കും. 80 ആളുണ്ടായിട്ട് ഇപ്പൊ 65 ആളാണ്. ഈ 65 ആൾ ആരാണെന്ന് ഓരോ ലീഡേഴ്സും നോക്കുക. എന്റെ ടീമിൽ വന്ന എത്ര ആൾ ഈ 65 അവരെ ഫോളോ അപ്പ് ചെയ്യാം. നേരത്തെ തുടക്കത്തിൽ വന്ന 50 ആള് പല കാരണം കൊണ്ടാവും, അതൊന്നും കുറ്റപ്പെടുത്തല്ല. ആ 50 ആളല്ല ഇപ്പൊ ഉള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കയ്യെങ്കിൽ. എന്നിട്ട് ഈ 65 എന്റെ ടീം ആരൊക്കെ ഉണ്ട്, ഓര് വിജയിച്ച് എവിടെങ്കിലും ഒരുത്തിയിലെത്തണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ സമയത്തും ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുക. ലീഡേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാം. ഞാൻ എന്റെ ടീമിനോട് പറഞ്ഞ ഞങ്ങളോട് പറയാനുള്ളത്, അതായത് വിജയിക്കണോ, സ്റ്റേജ് കയറണോ, എന്തെങ്കിലും ഒരു ലെവലില് ഞാൻ മൈലേജിൽ വന്നിട്ട് ഈ പിന്നെ AIGയും GCIയും അതുപോലെ തന്നെ പിന്നെ ഏതൊക്കെ കമ്പനി എന്തൊക്കെ പ്രോഗ്രാം വെച്ചിട്ടുണ്ടോ അത് ഞാൻ 1ാം സ്ഥാനോ 2ാം സ്ഥാനോ 3ാം സ്ഥാനത്തോ ഉണ്ടാവും. നിങ്ങൾ ഏതെടുത്ത് നോക്കി, ഇവോൾവ്, ഈ വിഹാന്, അവിടെ ഒക്കെ സ്റ്റേജിൽ ഞാൻ താരായിട്ട് മുന്നോട്ട് പോയിട്ട്
അതിന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, ഇതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ കരുതുക. ഇപ്പം നടക്കുന്ന ഈ പ്രോഗ്രാം, നിങ്ങളെ പ്രോഗ്രാമിൽ സ്റ്റേജിൽ എന്തെങ്കിലും, അതൊക്കെ വലിയ നേട്ടം കിട്ടും. അത് നിങ്ങൾ വീഡിയോ എടുത്ത് വെച്ചാലുണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് നോക്കിയും ഗ്രൂപ്പിലേക്ക് അയക്കുന്ന നേരം അതുകൊണ്ടൊക്കെ എത്രയോ ആളുകൾ വരും. ഞാൻ എന്നെ കുറിച്ചിട്ട് ഈ മീറ്റിംഗ് ആരെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ എടുക്കും. എന്നിട്ട് ഞാൻ ഗൂഗിളിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലും എല്ലാത്തിലും അയക്കും. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഈ ഉമർ ഉസ്താദിന് എന്ത് തകരാറ്, മൂപ്പരെ കുറിച്ച് ആരോ എന്തോന്ന് പറഞ്ഞാൽ അതൊക്കെ ഫേസ്ബുക്കിൽ ഇടും. അതന്നെ എന്റെ പണി. നിങ്ങൾ പറയുന്നത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ശരി, ഞാൻ ആ ഫേസ്ബുക്കിൽ ഇടും. അപ്പൊ ഇങ്ങനെ ഇടുന്ന സമയത്ത് പലരും ഉമർ ഉസ്താദ് സംഭവമാണല്ലോ എന്നെന്ത് ചെയ്യും, മനസ്സിലാക്കുക. എല്ലാവരും ഉമർ ഉസ്താദിനെ കുറിച്ച് നല്ലതാ പറയുന്നത്. ആ പറയുന്നത് കേൾപ്പിക്കല എന്റെ പണി. അങ്ങനെ എനിക്ക് എത്ര ആളെ കിട്ടിയിട്ടുണ്ടെന്ന ഫേസ്ബുക്കിൽ നിന്നൊക്കെ നിരന്തരം ആളുകൾ എന്റെ ടീമിൽ ഐഡിയ അടിക്കുന്നുണ്ട്. ഞാൻ ഈ സംഭവം എന്നെ കുറിച്ചിട്ട് ഈ മീറ്റിംഗിൽ ഇപ്പൊ റെക്കോർഡിംഗ് അല്ലേ, ഞാൻ ടാബിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യല്. ഇത് ലാപ്ടോപ്പിൽ നിന്നാണ്. ടാബിൽ നിന്നാണെങ്കിൽ നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നൊക്കെ റെക്കോർഡ് ചെയ്യുക, അതൊക്കെ ഞാൻ ഗ്രൂപ്പിലേക്ക് അയക്കുകയും ചെയ്യും. ഇതാണ് എന്റെ സിസ്റ്റം. ഈ സിസ്റ്റം ഒക്കെ നമ്മൾ പഠിച്ചാൽ വലിയ വിജയങ്ങളിലെത്തും. സമയം കുറേ ഓക്കെ അധികരിച്ചു പോയെങ്കിൽ ക്ഷമിക്കണം. ഇതൊക്കെ എന്റെ ടീമിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് സമയം ദീർഘിപ്പിച്ചു പോയതാണ്. അതുകൊണ്ട് നിങ്ങളെ സമയം ഏറാന്നുള്ള അതിനേക്കാൾ കൂടുതലായിട്ടുണ്ട്. പക്ഷെ ലീഡർ എന്നോട് പറഞ്ഞ് 9 മണി വരെ ഒക്കെ ഒരു സൂചന തന്നത് കൊണ്ടാണ് ഞാൻ സംസാരിച്ചു പോയത്. അധികം സംസാരിച്ചു പോയി. എന്തെങ്കിലും ധിക്കാരപരമായി കാര്യപ്പെട്ട ആൾക്കാരൊക്കെ കീഴിലുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഉമർ ഉസ്താദ് അങ്ങനെ ധിക്കാരപരമായി സംസാരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെറുപ്പ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്കും വിജയിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ കുറച്ച് വേദനകളൊക്കെ സഹിച്ചാൽ മതി. അല്ലാതെ ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ പൊരുത്തപ്പെടിപ്പിക്കാൻ തന്നെ അപ്പൊ മോശപ്പെട്ടൊന്നും പറഞ്ഞില്ല. വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ചെയ്യാന്നല്ലാതെ നിങ്ങളോട് ഒരു പൊരുത്തപ്പെടിപ്പിച്ചേക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞില്ല. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും അബദ്ധം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ഷണിച്ച ലീഡറോട് പറയാ, അവർക്ക് വാട്സാപ്പിൽ അയക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് തിരുത്തും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ചെയ്യാം. MC അവതരിപ്പിച്ച ആളും എന്നെ ക്ഷണിച്ച ആള് എല്ലാവർക്കും വലിയ വിജയം. അതായത് 63 ആളുകളുണ്ട് ഇപ്പൊ ഇവിടെ ലൈവായിട്ട്. ഈ 63 ആളുകളും വലിയ ഉയരങ്ങളിൽ ദൈവം എത്തിച്ചിട്ട് ITC WTC ഒക്കെ ആയിട്ട് കാണാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയത്തുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രം ഞാൻ ഈ മീറ്റിംഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്ത് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു.